ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജാസ്മിൻ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. നമ്മളിപ്പോൾ കുറേ കാലമായില്ലേ മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലിപ്പോൾ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് നമുക്കൊരു സമ്മർ മേക്കപ്പ് ഞാൻ ചെയ്യാമെന്ന് കരുതി. അതുപോലെ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സമ്മർ മേക്കപ്പിൻ്റെത്. പിന്നെ റിക്വസ്റ്റ് വന്നിട്ടുള്ളത് ഹെയർ ട്യൂട്ടോറിയലായിരുന്നു ഞാനിങ്ങനെ പുട്ടപ്പ് ചെയ്യുന്നത്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിലിടാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സമ്മർ മേക്കപ്പാണ്. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ലോഷനാണ്. ഇത് ബയോട്ടിക്കിൻ്റെ ബയോ സാൻഡലിലൂടെ നട്ടൊരു സൺസ്ക്രീൻ ലോഷൻ. SPF 30 ആണ്. ആക്ച്വലി ഇതിനകത്ത് കഴിഞ്ഞു, ഇത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് അതിങ്ങനെ. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് നല്ല സൺസ്ക്രീൻ ലോഷനാണ്. കാരണം ചിലതൊക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇതാണെങ്കിൽ കുറച്ച് ആ ഒരു ഓയിൽ ഇങ്ങനെ നിർത്തിയേക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീൻ ലോഷനാണ്. നിങ്ങളിപ്പം ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രൈമർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം പ്രൈമർ യൂസ് ചെയ്താൽ മേക്കപ്പ് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങയോ അങ്ങനെയൊന്നുമില്ല. അല്ലാതെ ഇപ്പം കോമ്പാക്ട് പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ ഒരു പ്രൈമറിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ എന്തായാലും പ്രൈമർ യൂസ് ചെയ്യാൻ നോക്കണം. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോണത് പതഞ്ജലിയുടെ അലോവേര ജെൽ. ഇതാണ് ഇപ്പോൾ ഞാൻ പ്രൈമറായിട്ട് യൂസ് ചെയ്യാൻ പോണത്. ആക്ച്വലി ഈ ജെൽ ടൈപ്പ് ആയതുകൊണ്ട് ഇത് ഞാൻ നോർമലി അല്ലാതെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു. പക്ഷേ എനിക്കിത് അങ്ങോട്ട് അത്രയ്ക്ക് വർക്കൗട്ട് ആയിട്ടില്ല. ഈ പതഞ്ജലി എൻ്റെ സ്കിന്നിന് അങ്ങോട്ട് ഓക്കെ ആയില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിന് പ്രൈമറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് പ്രൈമറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് സൂപ്പറാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇതാ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വേറെ പ്രൈമറൊന്നും ഇപ്പോൾ വാങ്ങിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിലോ കയ്യിലില്ലെങ്കിലോ ഇത് പെട്ടെന്ന് കിട്ടുന്നൊരു സാധനമാണ് പതഞ്ജലിയുടെ. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിച്ചാലും മതി. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജെൽ ടൈപ്പ് എന്തെങ്കിലും ഒരു ക്രീം ജസ്റ്റ് യൂസ് ചെയ്യുക. പക്ഷേ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത ശേഷം വേണം പ്രൈമർ യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ മേബിലിൻ്റെ ഫിറ്റ് മീ ആണ് യൂസ് ചെയ്യുന്നത്. 235. അടുത്തത് ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം. ഇത് ഫെദർ ഫിനിഷ് ലണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്. ആക്ച്വലി എനിക്കിത് നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ ഇങ്ങനെ ഷോപ്പിൽ പോയപ്പോൾ കണ്ടു, അപ്പോൾ ജസ്റ്റ് വാങ്ങിച്ചു. പക്ഷേ ഒരു റോസ് ഷെയ്ഡാണ്, പക്ഷേ സൂപ്പറാണ്. ഫൗണ്ടേഷനും കോമ്പാക്റ്റ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ രണ്ട് ഷെയ്ഡായി പോകും. അടുത്തതായിട്ട് നമുക്കൊരു ഐഷാഡോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഹുഡ ബ്യൂട്ടിയുടെ ഐഷാഡോ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്തൊരു ലൈറ്റ് ഷെയ്ഡ് ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഈ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യാൻ പോണത്. അടുത്തതായിട്ട് നമുക്ക് ഐബ്രോ ഷേപ്പ് ചെയ്യാം. ഐബ്രോ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഞാനും അനസ്തേഷ്യയുടെ ഒരു ജെൽ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഡാർക്ക് ബ്രൗൺ. ഇതാണ് അതിൻ്റെ ബോക്സ്. ഞാൻ അപ്പോൾ ഐബ്രോ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്കൊരു കാജൽ യൂസ് ചെയ്യാം. മാക് ജെൽ ഐലൈനർ.
ഇനി നമുക്ക് ലാസ്റ്റായിട്ടുള്ളത് ലിപ് മേക്കപ്പ് മാത്രമാണ്. ഇപ്പോൾ ഞാൻ ആദ്യം ഒരു ലിപ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. കൈലിയുടെ മൂൺ. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്, അതുകൊണ്ട് ഇത്രയും കളറേ ഇതിന് വരുള്ളൂ. അടുത്തതായിട്ട് നമുക്കൊരു ലിപ് ബാം യൂസ് ചെയ്യാം. ലാബെല്ലോ ചെറി. അടുത്തതായിട്ടുള്ളത് ലിപ്സ്റ്റിക്ക് മാത്രമാണ്. ഇത് ഹുഡ ബ്യൂട്ടി മാറ്റ് ലിപ്സ് ആണ്, നമ്പർ 02. ഇത് നല്ലൊരു ഷെയ്ഡാണ്. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ന്യൂഡാണ്, അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇനി നമുക്ക് ലാസ്റ്റ് ഉള്ളത് ഒരേ ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ലാസ്റ്റ് ഒരു സെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പ്രേ യൂസ് ചെയ്യുക. യൂസ് ചെയ്യാൻ പോണ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആയിട്ടുള്ളത് ഫോട്ടോ ഫിനിഷ് ഉഷസ് ആണ്. ആക്ച്വലി ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പം സമ്മർ ആകുമ്പോൾ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് വിയർത്ത് ഇങ്ങനെ ഒലിച്ചൊക്കെ ഇറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്താൽ അത് നമുക്ക് ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റും. അത്ര പെട്ടെന്നൊന്നും അങ്ങനെ മേക്കപ്പ് ഇങ്ങനെ ഒലിച്ചു വരത്തൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇപ്പം മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. ഇത് വാങ്ങിക്കാനായിട്ടൊക്കെ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കപ്പിൻ്റെത്. വളരെ സിമ്പിളാണ്. അതുപോലെ നമ്മൾ എപ്പോഴും പുറത്ത് വെയിലത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് സിമ്പിളായിട്ട് പോകണത് തന്നെ നല്ലത്. ഇപ്പം ഫൗണ്ടേഷൻ അത്ര യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ മാത്രം യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് കോമ്പാക്റ്റ് മാത്രം ഇട്ട് പോവുക. അപ്പോൾ ഇത്ര മാത്രമേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമ്മർ മേക്കപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളിപ്പം ഈ മേക്കപ്പൊക്കെ ഇട്ട് പുറത്ത് പോകുമ്പോഴത്തേക്ക് മാക്സിമം മുടി അഴിച്ചിടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വിയർത്തിട്ടൊക്കെ ഇരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ മാക്സിമം പുട്ടപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതാ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യം. പിന്നെ എന്താ പറയുക, കോട്ടൺ ഡ്രസ്സ് യൂസ് ചെയ്യുക, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറക്കാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ടാറ്റാ.